ഇരു മനസ്സുള്ള മനുഷ്യർ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വചനധ്യാന വിഷയം. 119 സങ്കീർത്തനത്തിന്റെ 113 വാക്യം മുൻപൊരിക്കൽ നമ്മൾ ധ്യാനിച്ചു. അതെ, ഇന്നലെ ധ്യാനിച്ചു. ഇരുമനസ്സുള്ള മനുഷ്യരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ അങ്ങയുടെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. ഇരുമനസ്സുള്ള മനുഷ്യർ ആരാണ്? അതെന്താണ് അർത്ഥമാക്കുന്നത്? ഇതാണ് ഒന്നാമത് നമ്മൾ ധ്യാനിക്കുന്നത്. രണ്ടാമത് നമ്മൾ ധ്യാനിക്കുന്നത്, അങ്ങനെയുള്ളവരെ നമുക്ക് വെറുക്കാമോ? ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവായ ദാവീദ് പറയുകയാണ്, അങ്ങനെയുള്ളവരെ ഞാൻ വെറുക്കും. മൂന്നാമത് നമുക്ക് ധ്യാനിക്കാനുള്ളത്, അവരെ വെറുക്കുമ്പോഴും ദൈവത്തിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുണ്ട്, ന്യായപ്രമാണത്തോട്, വചനത്തോട് സ്നേഹമുള്ളവർ. ഈ 3 കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥനയോടെ. ഒന്നാമത്തെ ചിന്താവിഷയം, ഇരുമനസ്സുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പലവിധ അർത്ഥത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ബൈബിളിനോടുള്ള ബന്ധത്തിൽ അതിനൊത്തിരി അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന്, പ്രധാനപ്പെട്ടത്, കപടഭക്തരുടെ കാര്യമാണ്. അവർ 2 റോളിൽ അഭിനയിക്കുകയാണ്. സിനിമ നടീനടന്മാർ അവരൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അവരാ ക്യാരക്ടർ ആകാൻ വേണ്ടി ഒത്തിരി കഷ്ടം സഹിക്കുന്നുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന യുവ നടൻ ആടുജീവിതം എന്ന കഥയ്ക്കു വേണ്ടി തൻ്റെ 20 കിലോ ഭാരം കുറച്ചത് പത്രത്തിൽ വന്നത് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പൊ താൻ ആ കഥാപാത്രത്തോട് താതാത്മ്യപ്പെടുകയായിരുന്നു. അപ്പൊ വാസ്തവത്തിൽ അദ്ദേഹം ഒരു ഇരുമനസ്സുകാരനല്ല. അദ്ദേഹം ശരിക്കും ആ കഥാപാത്രമായി മാറി. എന്നാൽ അതിനേക്കാളും അഭിനയക്കാരായി ഭക്തന്മാർ ചിലർ അധപ്പതിക്കുന്നു. അവർ ഒരേ ദിവസം തന്നെ 2 റോളിൽ അഭിനയിക്കും. ഒരേ മണിക്കൂറിൽ തന്നെ 2 റോളിൽ അഭിനയിക്കും. ഒരേ മിനിറ്റിൽ തന്നെ 2 റോളിൽ അഭിനയിക്കും. അതായത് ഒരാളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയാൾ വന്നു കഴിയുമ്പോൾ അയാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. 2 മനസ്സല്ലേ അത്, അല്ലേ? അപ്പം അഭിനയക്കാരെയാണ് ഒന്നാമത് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത് ഇത് സൂചിപ്പിക്കുന്നത് തീരുമാനമെടുക്കാൻ പ്രാപ്തിയില്ലാത്തവർ. ശരിയാണെന്നറിയാം, പക്ഷെ ആ ശരി ജീവിതത്തിൽ പകർത്താൻ കഴിയാത്തവർ, നട്ടെല്ലില്ലാത്തവർ. അതൊരു പാപമാണോ? അല്ല, പക്ഷെ അതൊരു ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഇരുമനസ്സുള്ള മനുഷ്യനാണോ ഞാൻ എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ എന്നെ തന്നെ പരിശോധിക്കുന്നു. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതിന് കല്ലേറോ പരിഹാസമോ ഉണ്ടായേക്കാം, പക്ഷെ അത് സത്യമാണെങ്കിൽ അത് ഒരു ദിവസം പൊങ്ങി വരും. സത്യമേ ജയിക്കത്തുള്ളൂ. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത്, അങ്ങനെയുള്ളവരെ വെറുക്കാമോ? വെറുക്കാൻ പറ്റുകയില്ല. പക്ഷെ ഇവിടെ അത് പറഞ്ഞിരിക്കുന്ന അർത്ഥം വരുമ്പോൾ
ദൈവം വെറുക്കുന്നു എന്ന് തന്നെയാണ് ശരിക്കും അത് മനസ്സിലാക്കേണ്ടത്. ഇരുമനസ്സുള്ള മനുഷ്യരെ ദൈവത്തിന് ഇഷ്ടമല്ല. അത് സത്യമായിട്ടുമല്ലേ. അങ്ങനെയുള്ളവര് വെറുതെ മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ശുശ്രൂഷകരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് പോലും സഹായിക്കാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാര്യം, അങ്ങനെ ആയിരിക്കുമ്പോഴും ദൈവത്തിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ദൈവത്തിന്റെ വചനത്തോട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇരുമനസ്സുള്ളവരായിരിക്കാൻ പറ്റുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.